ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരുന്ധതി ഇസബെല്ലയുടെയും കെവിൻ്റെയും അടുത്ത് ചെന്ന് നന്ദനെക്കുറിച്ച് ചോദിക്കുന്നു. നിങ്ങളിപ്പോൾ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. നന്ദൻ എവിടെയാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഇത് കേട്ട് ഇസബെല്ല പറയാണ്, മേഡം, ആദ്യം തന്നെ ഞാൻ മേഡത്തിനോട് ക്ഷമ ചോദിക്കുന്നു. കാരണം കെവിൻ പറഞ്ഞതുപോലെ തന്നെ ഒരു കമ്പനിയുടെ തലപ്പത്തിരിക്കുന്ന വലിയൊരാളാണ് മേഡം. മേഡത്തിനെ കളിയാക്കിയതിന് സോറി. പക്ഷേ സത്യമായിട്ടും നന്ദൻ എവിടെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. ഇത് കേട്ട് അരുന്ധതി പറയാണ്, ഇല്ല ഇസബെല്ല, നിങ്ങളൊക്കെ എത്ര അറ്റം വരെ പോകുമെന്ന് എനിക്കറിയാം. അല്ല, മേഡത്തിന് ആദ്യം ഋഷിയെക്കുറിച്ച് അറിയാതെ ആയിരുന്നല്ലോ, ഇപ്പോൾ എന്തുപറ്റി? ഋഷിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ഇസബെല്ല ചോദിക്കുന്നു. അരുന്ധതി പറയാണ് ദേഷ്യത്തോടെ, അതിനെക്കുറിച്ച് നീ അറിയണ്ട. എന്തായാലും നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും. അരുന്ധതി അവിടെ നിന്നും ദേഷ്യപ്പെട്ട് പോകുന്നു. ഇസബെല്ല കെവിനോടായി പറയാണ്, അവർ എന്തോ രഹസ്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അത് അറിഞ്ഞിട്ടാണ് അവർ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്തായാലും ഋഷിയുടെ വിവരം അവർ നമ്മളിൽ നിന്നും മറിച്ചു വയ്ക്കുകയാണെന്ന് തോന്നുന്നു. അടുത്ത രംഗത്തിൽ തടവിലാക്കിയിരിക്കുന്ന നന്ദന്റെ മുന്നിലേക്ക് വരുന്ന സമയമാണ് കാണിക്കുന്നത്. നന്ദനാകി ദേഷ്യത്തോടെ പറയാണ്, നീ എന്നെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. പറയടാ, സത്യം പറയും. നിന്റെ ഉദ്ദേശം എന്താണ്? എൻ്റെ മുന്നിൽ കേക്ക് മുറിച്ചും നല്ലവനായി ചമഞ്ഞും നിനക്ക് എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ നേടിയെടുക്കാനുണ്ട്. സത്യം പറയും. പാവം മീരയെ കൊന്നുകളഞ്ഞവനാണ് നീ. നിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് കേട്ട് പ്രകാശ് പറയാണ്, അയ്യോ നന്ദൻ, ഒന്ന് അടങ്ങ്. ഞാനൊന്ന് പറയട്ടെ. എനിക്ക് നന്ദന്റെ അവസ്ഥ മനസ്സിലായി. ഏകാന്ത തടവിൽ വലിയ ബുദ്ധിമുട്ടാണ് താൻ അനുഭവിക്കുന്നത്. ജയിലിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വലിയ ബോറടി ഒന്നും തോന്നിയിട്ടില്ല. പക്ഷെ നന്ദന്റെ ഈ പ്രശ്നത്തിന് ഞാൻ പരിഹാരമുണ്ടാക്കാം. നന്ദൻ പറയാണ്, പ്രകാശ്, നീ എന്താ കളിക്കാൻ നൽകുകയാണോ? മര്യാദയ്ക്ക് എന്നെ ഇവിടെ നിന്നും വിട്ടയക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. നിന്റെ എന്ത് ഉദ്ദേശമാണെങ്കിലും നടക്കാൻ പോകുന്നില്ല. ഇത് കേട്ട പ്രകാശ് പറയാണ്, ഹേയ്, ഒന്ന് വെയിറ്റ് ചെയ്യ്. തനിക്ക് കൂട്ടായിട്ട് ഒരാളെ ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നു തരാം. പ്രകാശ് അവിടെ നിന്നും പോകുന്നു. അടുത്ത രംഗത്തിൽ സിദ്ധാർത്ഥനും പ്രഭാവതിയും ബെഡ്റൂമിൽ ഹരി വന്നതുകൊണ്ട് പ്രഭാവതിയെ വിളിക്കാൻ സിദ്ധാർത്ഥൻ റൂമിലേക്ക് ചെല്ലുന്നു. സിദ്ധു പറയാണ്, പ്രഭേ, നീ വാ, ഹരി താഴെ വന്നിട്ടുണ്ട്. ഇത് കേട്ട പ്രഭാവതി പറയാണ്, അതിനിപ്പോൾ ഞാനെന്ത് ചെയ്യണം? നിങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യും, കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി. സിദ്ധു, ഏയ്, അത് ശരിയാവില്ല. ഹരിയേട്ടൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. നീ കൂടി വന്നിട്ട് വേണം ചർച്ചകൾ തുടരാൻ. പ്രഭാവതി പറയാണ്, വേണ്ടെന്നേ, നിങ്ങൾ വലിയ ചർച്ചകളായിരിക്കുമല്ലോ. ആ പ്രഹസനം കാണാനായിട്ട് എനിക്ക് വയ്യ. നിങ്ങൾ എന്തായാലും ചർച്ച ചെയ്യും, കാര്യങ്ങൾ തീരുമാനിക്കും. ഞാൻ ഇവിടെ ഇരുന്നോളാം. എനിക്ക് തലവേദനയോ മറ്റോ ആണെന്ന് പറഞ്ഞാൽ മതി. സിദ്ധു പറയാണ്, പ്രഭേ, നിന്നെ കൂട്ടി പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഹരിയേട്ടൻ മറ്റെന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധരിക്കും. നമ്മൾ തമ്മിൽ വഴക്കാണെന്നൊക്കെ വിചാരിക്കും. പ്രഭാവതി, ഓ, ഹരിയേട്ടൻ എന്തെങ്കിലുമൊക്കെ വിചാരിക്കുന്നതുകൊണ്ടാണോ സിദ്ധുവിന് പ്രശ്നം? അല്ലാതെ മറ്റൊരു കാര്യത്തിനും ടെൻഷൻ ഇല്ലല്ലേ? എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല. പ്രഭാവതി സിദ്ധാർത്ഥനെ അവിടെ നിന്നും ഒഴിവാക്കുന്നു. അടുത്ത രംഗത്തിൽ ഹരിയും ദേവിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സിദ്ധു അങ്ങോട്ട് വരുന്നു. അത് പ്രഭയ്ക്ക് നല്ല തലവേദനയാണ്, കിടക്കുകയാണ്. സാരമില്ല, അവൾ കിടന്നോട്ടെ, നമുക്ക് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എങ്ങനെയുണ്ട് ദേവിയുടെ പ്ലാനിങ്? എന്തായാലും മോളെ പോലെ ഒരു MLA അവരുടെ അടുത്തേക്ക് പോയിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി അവർ കംപ്ലൈന്റ് കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായാൽ മോൾ MLAയുടെ ജീവിതം എന്താകും? ദേവിക, ഏയ്, അതിനല്ലേ അച്ഛാ ഞാൻ എസ്തപ്പൻ ചേട്ടനെ കൂട്ടിക്കൂടി പോയത്. എസ്തപ്പൻ ചേട്ടനെ കണ്ടപ്പോൾ അവർക്ക് ചെറിയൊരു പേടിയൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എസ്തപ്പൻ ചേട്ടനെ മുഖമോർക്കും. ഋഷിയെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് അവർക്ക് മനസ്സിലാകും. ഇത് കേട്ട ഹരിവക്കീൽ പറയാണ്, എന്നാലും സൂക്ഷിക്കണം. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ അരുന്ധതി സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് മകനോടൊപ്പം നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ ഒതുക്കി തീർത്ത് തൻ്റെ മകനെ മാത്രം അവർക്ക് മതി. എന്നാലും ഇസബെല്ലയുടെയും കെവിനെയും സംശയിക്കേണ്ട എന്നല്ല, മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. പുതിയൊരു ശത്രു കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇത് കേട്ട ദേവിക പറയാണ്, പുതിയ ശത്രുവോ? അത് ആരാങ്കിൽ? ഋഷിക്കാണ് നന്ദനോട് നല്ല ദേഷ്യം. അരുന്ധതി മേഡത്തിനും ഒരു പരിധി വരെയുണ്ട്. പിന്നെ മറ്റാർക്കാണെങ്കിൽ? ഹരിവക്കീൽ പറയാണ്, പ്രകാശ് ഇവിടെ വന്ന് അരുന്ധതിയെക്കുറിച്ച് പറഞ്ഞല്ലോ. അയാളെ അത്ര വിശ്വസിക്കാൻ കഴിയില്ല. എന്തായാലും മറ്റൊരു ശത്രു ഇല്ലെന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. അടുത്ത രംഗത്തിൽ ഇസബെല്ല തൻ്റെ പാപ്പനായ ഐസക്കിനോട് അരുന്ധതി വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു.
ഇസബെല്ല പറയാണ്, അരുന്ധതി ഇവിടെ വന്നുണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നോക്കുമ്പോൾ അവർ നന്ദനെക്കുറിച്ച് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഋഷിയെക്കുറിച്ച് ഒന്നും ചോദിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താ പാപ്പ? എന്തൊക്കെയോ സത്യങ്ങൾ അവർ അറിഞ്ഞിട്ടുണ്ടെന്നല്ലേ? ഇത് കേട്ട ഐസക് പറയാണ്, തീർച്ചയായിട്ടും മോളെ, അവർ എന്തോ ഇവിടെ നിന്നോ മണത്തു പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്ന് നിന്നോട് പ്രശ്നമുണ്ടാക്കിയത്. പക്ഷേ ഋഷി എവിടെയാണെന്നുള്ളത് അവർ കാര്യമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. ഐസക് അവിടെ നിന്നും പോകുന്നു. ഇസബെല്ല കെവിനോട് പറയാണ്, നമ്മൾ അറിയാതെ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഇതിനിടയിൽ പൊട്ടി വീണിട്ടുണ്ട്. അടുത്ത രംഗത്തിൽ ഋഷി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ഗുണ്ട ഉണർന്ന് ചോദിക്കുന്ന രംഗമാണ് കാണിക്കുന്നത്. ഡാ, എന്താ നീ ഉറങ്ങിയില്ലേ? എന്താണ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഋഷി ഇതിനൊന്നും മറുപടി പറയുന്നില്ല. അടുത്ത രംഗത്തിൽ ഗുണ്ട ഫോൺ മേശപ്പുറത്ത് വെച്ച് ബാത്റൂമിൽ പോയ സമയം നോക്കി ഋഷി അരുന്ധതിയെ വിളിക്കുന്നു. അമ്മേ, ഇത് ഞാനാ ഋഷി. അരുന്ധതി അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും ചോദിക്കുകയാണ്, മോനെ ഋഷി, നീ ഇത് എവിടെയാ? ഇത് കേട്ട ഋഷി, അത് പിന്നെ അമ്മേ. അരുന്ധതി പറയാണ്, പറയൂ മോനെ, എവിടെയാ നീ? അമ്മയുടെ മോൻ എവിടെയാ? ഈ സമയം പ്രകാശ് അങ്ങോട്ടേക്ക് വരുന്നു. ഋഷി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുറകിൽ വന്ന് ഫോൺ കോൾ കേൾക്കുന്നു. പ്രകാശ് വടികൊണ്ട് ഋഷിയുടെ തലയ്ക്ക് തല്ലിക്കൊണ്ട് പറയാണ്, നിനക്ക് നിന്റെ അമ്മയെ വിളിച്ച് അറിയിക്കണമല്ലേടാ. പ്രകാശ് ഋഷിയെ തല്ലിച്ചതയ്ക്കുന്നു. ഇത് കേട്ട ഗുണ്ട ബഹളം കേട്ട് ഓടി വരുന്നു. എന്താ സാറേ, എന്തു പറ്റി? പ്രകാശ് ഗുണ്ടയോടായി പറയാണ്, താൻ ഈ രാത്രിക്ക് തന്നെ സ്റ്റേറ്റ് വിട്ടോണം, അല്ലെങ്കിൽ പോലീസുകാരെല്ലാം നമ്മുടെ പുറകെ ആയിരിക്കും. ഈ ഫോണും കൊണ്ട് പോകണം. പ്രകാശ് ഭീഷണിപ്പെടുത്തിയോണ്ട് ഋഷിയോട് പറയാണ്, നിന്റെ അമ്മ ഇനി നിന്നെ കാണാൻ പോകുന്നതിന് നിന്റെ ശവമായിരിക്കുമെടാ. വീരത്വം കാട്ടിയിട്ട് നിന്റെ ജീവൻ തന്നെ നീ കളയരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.